ദാദ്രി കൊലപാതകത്തിൽ മൗനം വെടിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദാദ്രി പോലുള്ള സംഭവങ്ങളും ഗുലാം അലിക്ക് പാടാൻ അനുമതി നിഷേധിച്ചതും നിർഭാഗ്യകരമാണെന്ന് ആനന്ദ് ബസാർ പത്രികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷം വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്ന് മോദി ആരോപിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഏറെ വൈകിപ്പോയെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ദാദ്രിയിൽ ബീഫ് കൈവശം വെച്ചെന്നാരോപിച്ച് മധ്യവയസ്കനെ കൊലപ്പെടുത്തിയതിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാട് വിശദീകരിച്ചത്. ദാദ്രി കൊലപാതകവും ഗുലാം അലിയുടെ സംഗീത പരിപാടിക്ക് അനുമതി നിഷേധിച്ചതും നിർഭാഗ്യകരവും അസ്വീകാര്യവുമാണ്. എന്നാൽ ഈ സംഭവങ്ങളിൽ കേന്ദ്ര സർക്കാരിന് എന്തു പങ്കാണുള്ളതെന്നും മോദി ചോദിച്ചു. BJPക്കോ കേന്ദ്ര സർക്കാരിനോ ഇക്കാര്യങ്ങളോട് യോജിപ്പില്ല. കപടമതേതരത്തെ എന്നും എതിർക്കുന്നു. രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ട് പ്രതിപക്ഷമാണ് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നതെന്നും മോദി കുറ്റപ്പെടുത്തി. ഇതാദ്യമായാണ് ദാദ്രി സംഭവമെന്ന് എടുത്തു പറഞ്ഞ് മോദി പ്രതികരിക്കുന്നത്. നേരത്തെ ബീഹാറിലെ നവാദയിൽ നടന്ന റാലിയിൽ മുസ്ലിം ഹിന്ദു സഹോദരന്മാർ യോജിച്ച് പ്രവർത്തിച്ച് ദാരിദ്ര്യത്തിനെതിരെ പോരാടണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നെങ്കിലും ദാദ്രി പരാമർശിക്കപ്പെട്ടിരുന്നില്ല. ദാദ്രി കൊലപാതകം തെറ്റായിപ്പോയെന്ന് BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായും പ്രതികരിച്ചു. മുസഫർനഗർ കലാപക്കേസിൽ ആരോപണ വിധേയനായ സർദാനയിൽ നിന്നുള്ള BJP MLA സംഗീത് സോം ദാദ്രി സന്ദർശിച്ചത് ശരിയായില്ലെന്നും അമിത്ഷാ പറഞ്ഞു. അതേസമയം പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഏറെ വൈകിപ്പോയെന്നും ബീഹാർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് പ്രതികരണമെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിടുന്നുവെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയും കോൺഗ്രസ് തള്ളി. റിപ്പോർട്ടർ, ദില്ലി.